നമസ്കാരം. ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ബംഗ്ലാദേശിലെ കലാപാനന്തരം ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹസീന ഇന്ന് വൈകിട്ട് 6 മണിക്ക് ദില്ലി ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലൂടെയാണ് പൊതുവേദിയിൽ എത്തുന്നത്. ഇന്നത്തെ ഈ പരിപാടി ഒരു വാർത്താ സമ്മേളനമായി മാറുമെന്നാണ് അവാമി ലീഗ് പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ തങ്ങളുടെ സുപ്രധാനമായ രാഷ്ട്രീയ പദ്ധതികളും അവർ ഈ വേദിയിൽ പ്രഖ്യാപിക്കുമെന്ന് അവാമി ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പരിപാടിയുമായി തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതിനു ശേഷമുള്ള ഷെയ്ഖ് ഹസീനയുടെ ആദ്യ വാർത്താ സമ്മേളനമാണിത്. ബംഗ്ലാദേശിലേക്കുള്ള തന്റെ മടങ്ങിപ്പോക്ക് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഏവരും. ബംഗ്ലാദേശ് കലാപത്തിനു പിന്നാലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ഇന്ത്യ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം ഡിസംബറോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും എല്ലാ നിയമനടപടികളെയും നേരിടുമെന്നുമാണ് ഹസീനയുടെ പക്ഷം. ഷെയ്ഖ് ഹസീനയുടെ ഇന്നത്തെ മാധ്യമക്കൂട്ടായ്മ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ബംഗ്ലാദേശിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.